എല്ലാവർക്കും നമസ്കാരം. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിലവിലെ സർവീസിലിരിക്കുന്ന അധ്യാപകരോടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. പരീക്ഷ നടക്കാൻ പോകുന്നത് എന്തായാലും ഒരു 2 മാസത്തെ സമയം നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും, അത്രേ ഉണ്ടാവത്തുള്ളൂ. ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങൾക്ക് ശേഷം മെയ് മാസത്തിന്റെ തുടക്കത്തിലെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു 60 ദിവസത്തെ സമയമാണ് സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കുവാൻ കിട്ടുന്നത്. നിലവിലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കേട്ടറ്റ് പരീക്ഷ എഴുതി മാറി. അതിലെ അത്യാവശ്യം ഭേദപ്പെട്ട മാർക്ക് സ്കോർ ചെയ്ത ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ കട്ട് ഓഫ് എന്ന് പറയുന്ന ആ 90 അല്ലെങ്കിൽ 82 എന്ന് പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്ത ഒരുപാട് അധ്യാപകരുണ്ട്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫിൽ നിന്നും ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ വർധനവുള്ള അധ്യാപകര് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആ ഒരു ദൗത്യം അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടു പോയ അധ്യാപകര് അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ മുമ്പിലെ മറ്റൊരു അവസരമാണ് ഈ പറയുന്ന പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മടിച്ചിരിക്കരുത്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക, 1ാം ഘട്ടം. ഇനി കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഒരുപാട് പേരെ നമുക്ക് വിജയിപ്പിക്കുവാൻ സാധിച്ചു. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ അറിയാൻ പറ്റും. ആ ആൻസർ കീ എക്സ്പ്ലനേഷൻ മുതൽ ഇങ്ങോട്ട് ഇടുന്ന ഓരോ വീഡിയോയ്ക്ക് താഴെയും ഓരോ അധ്യാപക സുഹൃത്തുക്കൾ വന്നിട്ട് അവരുടെ ആ ഒരു യാത്രയിൽ CC നൽകിയ ആ ഒരു പിന്തുണ, വലിയ ആ ദൗത്യം അവർക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതിലെ വലിയ നിർണായകമായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് പറയാറുണ്ട്. നമ്മുടെ യാത്രകൾക്കിടയിലും ഒരുപാട് അധ്യാപക സുഹൃത്തുക്കളെ കാണുമ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു, കേട്ടറ്റ് യാത്ര വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്, കുറെ നാളത്തെ വലിയൊരു പ്രതിസന്ധിയാണ് അതിനകത്ത് അയവ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്കുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ചെറിയ മാർക്കിന് നഷ്ടപ്പെട്ടു പോയ ആൾക്കാരും, അതായത് കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെയും അപ്ലൈ ചെയ്തിട്ട് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയ അധ്യാപകർക്ക് വേണ്ടിയുള്ള മറ്റൊരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 2 മാസത്തെ പ്രിപ്പറേഷനോടുകൂടി നിങ്ങൾക്ക് ഈ കേട്ടറ്റ് പരീക്ഷ വളരെ ഭംഗിയായിട്ട് അവസാനിപ്പിക്കാവുന്നതാണ്. സോ അതിനു വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് അവർ കുറേ നാളിന് മുമ്പാണ് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവുക. അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എസ്പെഷ്യലി നിങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്ന വലിയൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, സാറേ ഈ മാത്സ് ഒക്കെ ഞങ്ങൾ പണ്ടേ പഠിച്ചു വിട്ട കാര്യങ്ങളാണ്, വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് മാത്സിലെ പല ചോദ്യങ്ങളും ചെയ്തെടുക്കുമ്പോൾ ആൻസർ കിട്ടാറുണ്ട്, പക്ഷേ 3-4 മിനിറ്റ് കഴിയുമ്പോഴാണ് പലതിന്റെ ആൻസർ കിട്ടുന്നത്. അത്തരം കാര്യങ്ങൾ എന്തായാലും മത്സര പരീക്ഷകൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ലൈവ് ക്ലാസ്സുകൾ, അതിന്റെ ആ ഒരു ക്വാളിറ്റിയിലെ ഒരുപാട് അധ്യാപകരാണ് മാത്സിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്തത്. ഞാൻ പറയുക വേണ്ട, നിങ്ങൾ ആ വീഡിയോയുടെ താഴെ പോയി കമന്റ് നോക്കിയാൽ മതിയാവും. അതായത് നമുക്കറിയാം, നിങ്ങൾ സർവീസിലിരിക്കുന്ന അധ്യാപകര് മാത്സ് പഠിച്ചിട്ട് കുറേ നാളായി, നിങ്ങൾക്കൊരു ധാരണ പോലും ഉണ്ടാവത്തില്ല പല കാര്യങ്ങളും. അപ്പോൾ തുടക്കം മുതൽ, അതായത് 1ാമത്തെ ചാപ്റ്റർ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങി ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, കൃത്യംഗ സംഖ്യകൾ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, പെർസെൻറ്റേജ്, ജോമെട്രി, പിന്നെ അതിന്റെ പെഡഗോഗി ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം ഡെപ്തില് നിങ്ങളെ കൃത്യമായിട്ട് തുടക്കം മുതൽ, ഒന്നും അറിയാത്ത ഒരു വ്യക്തിക്ക് തുടക്കം മുതൽ പഠിപ്പിച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ CCL ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നും ഞങ്ങൾക്ക് വേണ്ടത് പരമാവധി റിസൾട്ട് ആണ്. നിങ്ങൾ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക, നിങ്ങൾ പരമാവധി ആളുകൾ കേട്ടറ്റ് ക്ലിയർ ചെയ്യിക്കുക. ഈ 2 ദൗത്യങ്ങളാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ അധ്യാപക സുഹൃത്തുക്കളെ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷയിൽ വിജയിപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും സർവീസിലിരിക്കുന്ന അധ്യാപകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകളിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് മാത്സിലെ ലൈവ് ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാം. കഴിഞ്ഞ തവണയൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ മടിക്കാറുണ്ട്, സാറേ 4നെ 0 കൊണ്ട് ഗുണിച്ച ആൻസർ എത്ര? അപ്പൊ ഞാൻ പറയും 0ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പറയും. അത് അവരുടെ മനസ്സിൽ സ്റ്റക്ക് ആവുകയാണ്. അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സംശയം ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ 4നെ 0 കൊണ്ട് ഗുണിച്ച 0 എന്ന് പറയുമ്പോൾ അടുത്ത ഒരു അധ്യാപക സുഹൃത്തിനോട് ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിലേ 4നെ 0 കൊണ്ട് ഹരിച്ച ആൻസർ എത്ര? അങ്ങനെ അവർക്ക് ഉള്ള മനസ്സിലെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തു പോകുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ CC യിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാത്സ് എന്ന് പറയുന്ന ഒരു വിഷയം അതൊരു വിഷയമേ അല്ല. അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് എൻ്റെ നേതൃത്വത്തിലെ നിങ്ങളെ പഠിപ്പിക്കുവാൻ ഞാൻ തന്നെയാണ് മാത്സ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു കടമ്പ നിങ്ങൾ മറികടക്കുവാൻ ഇത്തവണ ഈ സ്പെഷ്യൽ നോട്ടിഫിക്കേഷനോടുകൂടി നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ കേട്ടറ്റ് ബാച്ചിലേക്ക് വരിക. നമുക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് ഈ കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യം നമുക്ക് ഒരുമിച്ച് പൂർത്തീകരിക്കാം. 2026 നിങ്ങൾക്കിനി കേട്ടറ്റില്ല എന്നുള്ള ആ വാർത്തകളിൽ നിന്നുമൊക്കെ നമുക്ക് വിടവാങ്ങാം. കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു ദൗത്യത്തിനോട് നമുക്ക് ഒരുമിച്ച് നിന്ന് പഠിച്ചുകൊണ്ട് ഈ ഒരു നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ദൗത്യം പൂർത്തീകരിക്കാം. അപ്പം ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുക. മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.